ഇസ്ലാമിൽ കുമ്പസാരത്തിന് സമാനമായ ഒരു രീതിയില്ല. അതായത് ഒരു വ്യക്തി തൻ്റെ പാപങ്ങൾ മറ്റൊരു മനുഷ്യനോടോ വൈദികനോടോ ഏറ്റുപറയുന്ന ഒരു രീതി ഇസ്ലാമിലില്ല. പകരം തെറ്റുകൾ നേരിട്ട് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുന്നതിനെ തൗബ എന്നാണ് പറയുന്നത്. ഈ ആശയമാണ് ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിലെ പാപമോചനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം. ഇസ്ലാമിൽ ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യസ്ഥരില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് നേരിട്ട് അള്ളാഹുവിനോട് ഏറ്റുപറയുകയാണ് വേണ്ടത്. മനുഷ്യനോട് പാപങ്ങൾ ഏറ്റുപറയുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. തൗബയുടെ നിബന്ധനകൾ. ഒരു പാപം അള്ളാഹു പുറത്തു തരണമെങ്കിൽ പ്രധാനമായും 4 കാര്യങ്ങൾ വേണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. ഖേദം, ചെയ്ത തെറ്റിനെക്കുറിച്ച് മനസ്സാ പശ്ചാത്തപിക്കുക. ഉപേക്ഷിക്കൽ, ആ തെറ്റ് വീണ്ടും ചെയ്യുന്നത് അപ്പോൾ തന്നെ അവസാനിപ്പിക്കുക. പ്രതിജ്ഞ, മേലാൽ ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുക. മടക്കിക്കൊടുക്കൽ, ചെയ്ത തെറ്റ് മറ്റൊരാളുടെ അവകാശത്തെയോ അഭിമാനത്തെയോ ലംഘിക്കുന്നതാണ് എങ്കിൽ അത് തിരിച്ചു നൽകുകയോ അവരോട് ക്ഷമ ചോദിക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 3. പാപങ്ങൾ രഹസ്യമാക്കി വയ്ക്കൽ. താൻ ചെയ്ത തെറ്റുകൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് ഇസ്ലാമിൽ വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അള്ളാഹു ഒരാളുടെ തെറ്റുകൾ മറച്ചു വെച്ചാൽ അത് വെളിപ്പെടുത്താതെ രഹസ്യമായി തന്നെ തൗബ ചെയ്യാനാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കാരുണ്യം. അള്ളാഹു അൽ ഗഫൂർ, ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ്. അർ റഹീം, ഏറ്റവും കരുണയുള്ളവനാണ് എന്നിവയാണ്. എത്ര വലിയ പാപം ചെയ്താലും ആത്മാർത്ഥമായി മടങ്ങുന്നവർക്ക് അള്ളാഹു മാപ്പ് നൽകുമെന്ന് ഇസ്ലാമിലെ വലിയൊരു വാഗ്ദാനമാണ്. ചുരുക്കത്തിൽ, ക്രൈസ്തവ വിശ്വാസത്തിൽ കുമ്പസാരം വൈദികൻ എന്ന മധ്യസ്ഥർ വഴി നടക്കുമ്പോൾ ഇസ്ലാമിൽ അത് വിശ്വാസിയും അള്ളാഹുവും തമ്മിലുള്ള നേരിട്ടുള്ള വിനിമയമാണ്. ഇസ്ലാമിലെ തൗബയുടെ പ്രാർത്ഥനകളെക്കുറിച്ച് കൂടുതലായി നമുക്കൊന്ന് നോക്കാം. പാപം, അതിൻ്റെ ഉറവിടം, കാരണം, മോക്ഷം എന്നിവയെക്കുറിച്ച് വിവിധ മതദർശനങ്ങളിലും തത്വചിന്തകളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. പ്രധാനമായും സെമിറ്റിക്, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഭാരതീയ, ഹിന്ദു, ബുദ്ധ ദർശനങ്ങളെ അടിസ്ഥാനമാക്കി നമുക്കൊന്ന് പരിശോധിക്കാം. പാപമെന്നാൽ എന്ത്? പൊതുവെ പറഞ്ഞാൽ ദൈവീകമായ കൽപ്പനകൾ ലംഘിക്കുന്നതോ പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നീതിക്കും ധർമ്മത്തിനും നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതോ ആണ് പാപം. മനസ്സ്, വാക്ക്, കർമ്മം എന്നിവയിലൂടെ പാപം സംഭവിക്കാം. പാപം ആരിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? പാപത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പ്രധാനമായും 2 കാഴ്ചപ്പാടുകളുണ്ട്. സെമിറ്റിക് വീക്ഷണം പ്രകാരം ആദിമ മാതാപിതാക്കളായ ആദവും ഹൗവയും ദൈവകൽപ്പന ലംഘിച്ചത് മുതലാണ് പാപം മനുഷ്യരിലേക്ക് എത്തിയത്. മനുഷ്യനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഷെയ്ത്താൻ അല്ലെങ്കിൽ സാത്താനാണ് പാപത്തിൻ്റെ ബാഹ്യ പ്രേരണയായി കരുതപ്പെടുന്നത്. ഭാരതീയ വീക്ഷണം, പാപം ഒരാളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, മറിച്ച് ഒരാളുടെ ഉള്ളിലെ അവിദ്യ അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ നിന്നാണ് പാപം ജനിക്കുന്നത്. ശരിയായ അറിവില്ലാത്തതുകൊണ്ടാണ് മനുഷ്യൻ തെറ്റായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. പാപത്തിൻ്റെ കാരണങ്ങൾ. എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്നതിന് താഴെ പറയുന്ന കാരണങ്ങളായി നമുക്ക് നോക്കാം. അഹംഭാവം, ഞാൻ എന്ന ഭാവം, ദൈവത്തെയോ മറ്റുള്ളവരെയോ അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈഗോ. ആഗ്രഹങ്ങൾ, അമിതമായ ആഗ്രഹങ്ങളും അത് നേടിയെടുക്കാനുള്ള വ്യഗ്രതയും തെറ്റായ വഴി തിരഞ്ഞെടുക്കാൻ കാരണമാകുന്നു. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇവയെല്ലാമാണ്. സ്വതന്ത്ര ഇച്ഛാശക്തി, നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുമ്പോഴാണ് പാപം സംഭവിക്കുന്നത്. മോക്ഷം അഥവാ പാപവിമോചനം. പാപങ്ങളിൽ നിന്ന് മുക്തി നേടി പരമമായ ലക്ഷ്യത്തിൽ എത്തുന്നതിനെയാണ് മോക്ഷം എന്ന് വിളിക്കുന്നത്. ഓരോ വിശ്വാസത്തിലും ഇതിന് വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. ഇസ്ലാം മതം, മോക്ഷമാർഗം, അള്ളാഹുവിൽ വിശ്വസിക്കുക, തെറ്റുകൾക്ക് ആത്മാർത്ഥമായി മാപ്പിരക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ക്രിസ്ത്യാനിറ്റി, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയിൽ വിശ്വസിക്കുക, കുമ്പസാരം തുടങ്ങിയ കൂദാശകളിലൂടെ പാപമോചനത്തെ നേടുക. ഹിന്ദുധർമ്മം, ജ്ഞാനം, അറിവ്, ഭക്തി, കർമ്മം എന്നിവയിലൂടെ പുനർജന്മ ചക്രത്തിൽ നിന്ന് മോചിതനായിക്കൊണ്ട് ബ്രഹ്മത്തിൽ ലയിക്കുക. ബുദ്ധമതം, അഷ്ടാംഗ മാർഗങ്ങളിലൂടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി നിർവ്വാണം പ്രാപിക്കുക. ചുരുക്കത്തിൽ, സ്വാർത്ഥതയിൽ നിന്നും അറിവില്ലായ്മയിൽ നിന്നും പാപമുണ്ടാകുന്നു. അത് തിരിച്ചറിഞ്ഞ് മനസ്താപത്തിലൂടെ, അറിവിലൂടെയും ദൈവാനുഗ്രഹത്തിലൂടെയോ ആണ് മോക്ഷം പ്രാപിക്കുന്നത്. നമുക്ക് തിരിച്ചു വരാം. പാപം എന്നാൽ എന്ത്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതിനെയാണ് ഇസ്ലാമിൽ പാപം എന്ന് പറയുന്നത്. ഇതിനെ പ്രധാനമായും 2ആയിട്ട് തിരിക്കുന്നു. വലിയ പാപങ്ങൾ, ശിർക്ക് അഥവാ ദൈവത്തിൽ പങ്കു ചേർക്കുന്നത്, കൊലപാതകം, മാതാപിതാക്കളെ ദ്രോഹിക്കൽ, പലിശ, വ്യഭിചാരം തുടങ്ങിയവയാണ്. ചെറിയ പാപങ്ങൾ, ദൈനംദിന ജീവിതത്തിൽ അറിയാതെ സംഭവിക്കുന്ന ചെറിയ തെറ്റുകൾ.
ഇവ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും പ്രാർത്ഥനയിലൂടെയും പൊറുക്കപ്പെടുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. പാപം ആരിൽ നിന്ന്? ഇസ്ലാം പ്രകാരം പാപം മനുഷ്യൻ്റെ സഹജമായ സ്വഭാവമല്ല. മനുഷ്യൻ ജനിക്കുന്നത് നിഷ്കളങ്കനായാണ്. ക്രിസ്തീയ വിശ്വാസത്തിലെ ആദിപാപം എന്ന സങ്കല്പം ഇസ്ലാമിലില്ല. ഓരോ കുഞ്ഞും ജനിക്കുന്നത് പാപമില്ലാത്തവനായാണ്. ബാഹ്യപ്രേരണ. ഷെയ്ത്താൻ മനുഷ്യനെ വഴിതെറ്റിക്കുമെന്ന് അള്ളാഹുവിനോട് വെല്ലുവിളിച്ച ഇബ്ലീസ് ആണ് പാപത്തിൻ്റെ പ്രധാന പ്രേരണാശക്തി. അന്തർലീനമായ പ്രേരണ മനുഷ്യൻ്റെ ഉള്ളിലെ ജന്മവാസനകൾ അഥവാ മനസ്സ് തിന്മയിലേക്ക് പ്രേരിപ്പിക്കാം. ഇതിനെ നിയന്ത്രിക്കലാണ് വിശ്വാസിയുടെ പോരാട്ടം അഥവാ ജിഹാദ്. പാപത്തിൻ്റെ കാരണം. മനുഷ്യൻ പാപം ചെയ്യാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. 1. മറവി, താൻ ദൈവത്തിൻ്റെ മുന്നിലാണെന്ന ബോധമില്ലാതെ വരുമ്പോൾ. 2. അറിവില്ലായ്മ, ഒരു കാര്യം തെറ്റാണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ. 3. വികാരങ്ങൾ, ദേഷ്യം, അമിതമായ ആഗ്രഹം, അഹങ്കാരം തുടങ്ങിയവയ്ക്ക് അടിമപ്പെടുന്നത്. മോക്ഷം. ഇസ്ലാമിൽ മോക്ഷം എന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുകയും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിനുള്ള മാർഗങ്ങൾ ഇവയാണ്. തൗബ അഥവാ മനസ്താപം, തെറ്റുകൾ ബോധ്യപ്പെട്ട് അള്ളാഹുവിനോട് നേരിട്ട് മാപ്പ് ചോദിക്കുക. ഈമാൻ അഥവാ വിശ്വാസം, ഏകദൈവത്തിലും പ്രവാചകനിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക. സൽക്കർമ്മങ്ങൾ, പാപങ്ങൾ മായ്ച്ചു കളയാൻ നല്ല കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായും നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ് എന്നത് ഖുർആനിലെ ഒരു വചനം കൂടെയാണ്. ദൈവകാരുണ്യം. കേവലം കർമ്മങ്ങൾ കൊണ്ട് മാത്രം ആരും സ്വർഗത്തിൽ പോകുന്നില്ലെന്നും അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ പാപമെന്നത് മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചെയ്യുന്ന തെറ്റാണ്. എന്നാൽ അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യവാനായതിനാൽ മരണം വരെ പാപമോചനത്തിന് വേണ്ടിയുള്ള വാതിൽ തുറന്നു കിടക്കുന്നതായി ഇസ്ലാം പറയുന്നു. ഇസ്ലാമിക വിശ്വാസപ്രകാരം, അതായത് അക്കീദ, ഈ ചോദ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ സൂക്ഷ്മവുമായ ഒരു ഉത്തരമാണുള്ളത്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണോ എന്നതിന്. ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ അറിവും സൃഷ്ടിപ്പും. ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങളിൽ ഈമാൻ കാര്യങ്ങൾ 6ാമത്തേതാണ്. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയപ്രകാരം ആണെന്നുള്ള വിശ്വാസം. ഇതനുസരിച്ച് ലോകത്ത് സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അറിവിലും അവൻ്റെ സൃഷ്ടിപ്പിലും ഉൾപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഈ അർത്ഥം നോക്കുകയാണെങ്കിൽ നന്മയും തിന്മയും അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയ്ക്കുള്ളിലാണുള്ളത്. നന്മയും തിന്മയും ആർക്ക്? ഉത്തരവാദി ആര്? ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വരുന്നത്. നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. എന്നാൽ തിന്മ അള്ളാഹുവിന് ഇഷ്ടമല്ല. നന്മ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അള്ളാഹുവിന് നന്മ ഇഷ്ടമാണ്, അവനത് കൽപ്പിക്കുന്നുമുണ്ട്. തിന്മ, അള്ളാഹു തിന്മയെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെ പരീക്ഷിക്കാനാണ്. എന്നാൽ തിന്മ ചെയ്യാൻ അള്ളാഹു ആരോടും കൽപ്പിക്കുന്നുമില്ല. തിന്മ ചെയ്യാനുള്ള വഴി തിരഞ്ഞെടുക്കുന്നത് മനുഷ്യൻ സ്വന്തം ഇച്ഛപ്രകാരമാണ്. ഖുർആൻ പറയുന്നു, നിനക്ക് ലഭിക്കുന്ന ഏതൊരു നന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നിന്നെ ബാധിക്കുന്ന ഏതൊരു തിന്മയും നിന്റെ പക്കൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതുമാണ്. സൂറത്ത് അൻ-നിസാ 79. മനുഷ്യൻ്റെ സ്വതന്ത്രമായ ഇച്ഛാശക്തി അഥവാ ഫ്രീ വിൽ. അള്ളാഹു മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി നൽകിയിട്ടുണ്ട്. നന്മ ചെയ്യാനുള്ള കഴിവ് നൽകിയത് അള്ളാഹുവാണ്. എന്നാൽ ആ തിന്മ തിരഞ്ഞെടുത്തത് മനുഷ്യനാണ്. ഉദാഹരണത്തിന്, ഒരാൾ തൻ്റെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ സഹായിക്കുന്നു, അത് നന്മയാണ്. അതേ കൈകൊണ്ട് മറ്റൊരാളെ ഉപദ്രവിക്കുന്നു, അത് തിന്മയാണ്. കൈയും അതിനുള്ള കരുത്ത് നൽകിയത് ദൈവമാണ്. എന്നാൽ ആ കരുത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചത് മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വവും മനുഷ്യന് തന്നെയാണ്. തിന്മയുടെ പിന്നിലെ ലക്ഷ്യം. ഇസ്ലാമിക ദർശനത്തിൽ തിന്മ എന്നത് ഒരു പരീക്ഷണമാണ്. ക്ഷമയും സഹനവും പരീക്ഷിക്കപ്പെടുന്നത് തിന്മകളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോഴാണ്. തിന്മയില്ലെങ്കിൽ നന്മയ്ക്ക് യാതൊരു മൂല്യവും ഉണ്ടാവുകയില്ല. ഇരുട്ടുള്ളതുകൊണ്ടാണ് വെളിച്ചത്തിൻ്റെ വില നാം അറിയുന്നത്. കറുത്ത നിറമില്ല എങ്കിൽ വെളുത്ത നിറത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടായിരിക്കുകയില്ല. നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ അധികാര പരിധിയിലും അവൻ്റെ സൃഷ്ടിപ്പിലുമുള്ളതാണ്. എന്നാൽ നന്മ അള്ളാഹുവിൻ്റെ പ്രീതിയും തിന്മ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന പരീക്ഷണവുമാണ്. ഇസ്ലാമിക ദർശനത്തിൽ കർമ്മം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. കേവലം മനസ്സിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണനാകുന്നില്ല. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുമ്പോഴാണ് പൂർണ്ണത കൈവരുന്നത്. കർമ്മങ്ങളെക്കുറിച്ച് ഖുർആനിലും ഹദീസുകളിലും വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ട്. നിയ്യത്ത് അഥവാ ഉദ്ദേശം. ഇസ്ലാമിൽ ഒരു കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം. ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ ഹദീസ് ഇതാണ്. തീർച്ചയായും കർമ്മങ്ങൾ ഉദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓരോ മനുഷ്യനും അവൻ കരുതിയതേ ലഭിക്കുകയുള്ളൂ. സഹീഹ് ബുഖാരി. അതായത്, ഒരാൾ ദാനം ചെയ്യുന്നത് മറ്റുള്ളവർ പുകഴ്ത്താനാണെങ്കിൽ ദൈവത്തിന് മുന്നിൽ അതിന് പ്രതിഫലമുണ്ടായിരിക്കുകയില്ല. എന്നാൽ ദൈവപ്രീതിക്ക് വേണ്ടിയാണ് എങ്കിൽ അത് വലിയ പുണ്യകർമ്മമായി മാറുന്നു. കർമ്മങ്ങളുടെ വർഗീകരണം. ഇസ്ലാമിക നിയമപ്രകാരം മനുഷ്യൻ്റെ കർമ്മങ്ങളെ 5ആയി തിരിക്കാം. ഫർള്, അതായത് നിർബന്ധം.
നിസ്കാരം, നോമ്പ് തുടങ്ങിയവ ചെയ്താൽ പുണ്യവും ഉപേക്ഷിച്ചാൽ ശിക്ഷയും ലഭിക്കുന്നു. സുന്നത്ത്, ഐച്ഛികം, പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകകൾ ചെയ്താൽ പുണ്യം ലഭിക്കും, ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കത്തുമില്ല. അനുവദനീയം, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക തുടങ്ങിയ സാധാരണ കാര്യങ്ങൾ. ഇതിൽ പ്രത്യേക പുണ്യമോ പ്രത്യേകമായ ശിക്ഷകളോ ഇല്ല. നല്ല ഉദ്ദേശത്തോടെ ചെയ്താൽ ഇതിനും പുണ്യം ലഭിക്കാം. മക്റൂഹ്, അഭികാമ്യമല്ലാത്തത് ഒഴിവാക്കുന്നതാണ് ഉചിതം. ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഒഴിവാക്കുന്നത് പുണ്യമാണ്. ഹറാം, അതായത് നിഷിദ്ധം, കൊലപാതകം, മോഷണം, പലിശ തുടങ്ങിയവ ചെയ്താൽ ശിക്ഷ ലഭിക്കുന്ന കർമ്മങ്ങളാണ്. കർമ്മങ്ങളുടെ 2 തലങ്ങൾ. ഇസ്ലാം കർമ്മങ്ങളെ 2 പ്രധാന ഭാഗങ്ങളായി കാണുന്നു. അള്ളാഹുവിനോടുള്ള കടമകൾ, ആരാധനകൾ, ഭക്തി തുടങ്ങിയവ 1. 2 മാതാപിതാക്കളെ ശുശ്രൂഷിക്കൽ, അയൽവാസികളോടുള്ള മര്യാദകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ. തൻ്റെ കൈകൊണ്ടും നാവുകൊണ്ടും മറ്റുള്ളവർക്ക് ശല്യമില്ലാതിരിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത് എന്ന് സഹീഹ് മുസ്ലിം പറഞ്ഞിട്ടുണ്ട്. പരലോകവും കർമ്മങ്ങളുടെ തൂക്കവും. മരണാനന്തര ജീവിതത്തിൽ മനുഷ്യൻ നന്മകളും തിന്മകളും തൂക്കി നോക്കപ്പെടുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതിനെ മീസാൻ എന്നും വിളിക്കുന്നു. കർമ്മങ്ങൾ എത്ര വലുതാണ് എന്നതിനേക്കാൾ അവ എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നതിനാണ് മുൻഗണന ലഭ്യമാകുന്നത്. ഒരാൾ ചെയ്ത ചെറിയ നന്മ പോലും പരലോകത്ത് വലിയ പ്രതിഫലമുണ്ട്. മരണശേഷവും ഫലം നൽകുന്ന കർമ്മങ്ങൾ. മനുഷ്യൻ മരിച്ചാലും 3 കാര്യങ്ങളിൽ നിന്നുള്ള പുണ്യം അവന് ലഭ്യമായിക്കൊണ്ടേയിരിക്കും എന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന്, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, പള്ളികൾ മുതലായവ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന അറിവ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽസ്വഭാവികളായ മക്കൾ. ചുരുക്കത്തിൽ, ഇസ്ലാമിൽ കർമ്മം എന്നത് ദൈവത്തോടുള്ള ആരാധനയും സഹജീവികളോടുള്ള സേവനവും ഒത്തുചേരുന്ന ഒരു പ്രക്രിയയാണ്. ശരിയായ വിശ്വാസവും ശരിയായ കർമ്മവും ഉണ്ടെങ്കിൽ മോക്ഷം സാധ്യമാകും. ഓരോ മനുഷ്യൻ്റെയും കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള മലക്കുകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കിറാമൻ കാത്തിബീൻ, ബഹുമാന്യരായ എഴുത്തുകാർ. ഓരോ മനുഷ്യൻ്റെയും കൂടെ 2 മലക്കുകൾ എപ്പോഴും ഉണ്ടെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. കിറാമൻ കാത്തിബീൻ എന്ന് വിളിക്കുന്നത് വലതുവശത്തുള്ള മലക്ക് മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ രേഖപ്പെടുത്തുന്നു. ഇടതുവശത്തുള്ള മലക്ക് മനുഷ്യൻ ചെയ്യുന്ന തിന്മകളും രേഖപ്പെടുത്തുന്നു. ഖുർആൻ വചനം: തീർച്ചയായും നിങ്ങളുടെ മേൽനോട്ടക്കാരുണ്ട്, മാന്യമായ എഴുത്തുകാർ, കിറാമൻ കാത്തിബീൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു. സൂറത്തുൽ ഇൻതിഫാർ 10-12. കർമ്മപുസ്തകം. ഈ മലക്കുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം അന്ത്യദിനത്തിൽ ഓരോ മനുഷ്യൻ്റെയും മുന്നിൽ ഹാജരാക്കപ്പെടും. നന്മയുടെ പുസ്തകം വലത് കൈയിലും തിന്മയുടെ പുസ്തകം ഇടത് കൈയിലും ലഭ്യമാകുന്നു. ഇടത് കൈയിലൂടെ പുസ്തകത്തെ നേടിയവർ പരാജിതരായിരിക്കും. മലക്കുകളുടെ നിരീക്ഷണം, പ്രത്യേകതകൾ. ഇസ്ലാമിലെ പാരമ്പര്യം അനുസരിച്ച് ഈ മലക്കുകളുടെ പ്രവർത്തനങ്ങളിൽ ചില കാരുണ്യപരമായ വശങ്ങളുമുണ്ട്. നന്മ കരുതിയാൽ ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും എന്നാൽ അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു പുണ്യം ചെയ്തതായിട്ട് മലക്കുകൾ അത് രേഖപ്പെടുത്തും. അത് പ്രവർത്തിച്ചാൽ 10 മുതൽ ഇരട്ടി വരെ പുണ്യങ്ങൾ നൽകപ്പെടും. തിന്മയുടെ കാര്യത്തിലാണെങ്കിൽ ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ വ്യക്തി അത് വേണ്ടെന്ന് വെച്ചാൽ അതിനൊരു നന്മയായി രേഖപ്പെടുത്തപ്പെടും. പശ്ചാത്താപത്തിനുള്ള സമയം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അത് ഉടനെ രേഖപ്പെടുത്താതെ അവൻ പശ്ചാത്തപിക്കുമോ എന്ന് നോക്കി ഇടതുവശത്തെ മലക്ക് അല്പസമയം കൂടെ കാത്തിരിക്കുമെന്ന് ചില ഹദീസുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റു മലക്കുകളുടെ സാന്നിധ്യം. കിറാമൻ കാത്തിബീനെ കൂടാതെ മറ്റ് ചില മലക്കുകളെക്കുറിച്ചും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതായത് മുൻകർ നക്കീർ, ഖബറിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളവർ, മനുഷ്യനെ അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സംരക്ഷിക്കുന്നവർ. മലക്കുൽ മൗത്ത്, ജീവൻ പിടിക്കുന്ന മലക്ക് അസ്രായിൽ. ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ നാം ചെയ്യുന്ന ഓരോ ചലനവും വാക്കും ദൈവത്തിന് മുന്നിൽ രേഖപ്പെടുത്തുന്നു എന്ന ബോധം ഒരു വിശ്വാസിക്ക് നൽകുക എന്നതാണ് ഈ വിശ്വാസത്തിൻ്റെ ലക്ഷ്യം. ഇത് മനുഷ്യനെ സ്വയം നിയന്ത്രിക്കാനും കൂടുതൽ നന്മകൾ ചെയ്യാനും പ്രേരിപ്പിക്കുന്നു. നാമെല്ലാം പഠിച്ചു വച്ചിരിക്കുന്നത് പ്രകാരം ഈ മതപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മെയെല്ലാം പണ്ഡിതന്മാർ തടഞ്ഞിട്ടുണ്ട്. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്. ആകയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളുമെല്ലാം കമൻറ്റിലൂടെ ഉൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിലൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അതിലൂടെ മറ്റ് വീഡിയോകൾ ചെയ്യാനുമുള്ള കാരണമായി മാറിയേക്കാം. മതമെന്നത് നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന മരുന്നുകൾ പോലെയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് സംശയമാണുണ്ടെങ്കിലും അതിനെല്ലാമുള്ള ഉത്തരങ്ങളും ഇവിടെയുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കമൻറ്റ് ബോക്സിൽ നമുക്ക് ചർച്ചകൾ വീണ്ടും ആരംഭിക്കാം.